സ്റ്റോറി മാക്സിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ നമ്മുടെ പാത്തുവിൻ്റെ കഥ എല്ലാവർക്കും ഓർമ്മയില്ലേ? അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ പാത്ത് ക്ലാസ്സിൽ കയറി ചെന്ന പാടെ തന്നെ കണ്ടത് ഷാരോണെയാണ്. അവനൊരു കോപ്പിലെ കലിപ്പ് നോട്ടം എനിക്കിട്ട് തന്നു. ഞാൻ അവന് ഒരാഗ്യചിരം സമ്മാനിച്ചു. പിന്നെ കണ്ണ് ചെന്നെത്തിയത് കൂട്ടുകാരികളോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗംഗയിലാണ്. അവൾ എന്നെയും കണ്ടു. ഓയ് സഖാവേ, അവൾ എന്നെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഓയ്, ഞാനും കൊടുത്തു ഒരു മുറവിളി. അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നെ ഒന്ന് നീക്കിപ്പിടിച്ച് എന്നെ മൊത്തമായി നോക്കി. ആഹാ, നീ തടിച്ചല്ലോടി കുരുപ്പേ, ഗംഗ എന്നോട് പറഞ്ഞു. ഓഫ്, വന്ന പാടെ തന്നെ ഡാർക്ക് ആക്കാതടി, ഞാൻ അവളോട് പറഞ്ഞു. ഉള്ള ബീഫ് മുഴുവൻ വലിച്ച് കയറ്റിയിട്ടാണ്. BJP മക്കൾ ബീഫ് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞതിന് ശേഷം നിന്റെ തീറ്റ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ, പറഞ്ഞിട്ടും കാര്യമില്ല, നീ എതിർ പാർട്ടിയാണല്ലോ, ഗംഗ പറഞ്ഞു. ഓ, അതുകൊണ്ടൊന്നും അല്ലേ. പിന്നെ ആ ഉത്തരവ് വന്ന് അന്ന് ഞാൻ 2 കഷ്ണം കൂടുതൽ കഴിച്ചിട്ടുണ്ട്, അതൊരു സത്യം മാത്രം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും ചിരിച്ചു. പെട്ടെന്ന് ബെല്ലടിച്ചു. ഞങ്ങൾ 2 പേരും അടുത്തടുത്തായി സീറ്റിലിരുന്നു. കുറച്ച് കഴിഞ്ഞ് മായ ടീച്ചർ കയറി വന്ന് എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. ടീച്ചർ തിരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരുന്നു. വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു. നന്നായിരുന്നു എന്ന് ഞങ്ങൾ മറുപടി കൊടുത്തു. ടീച്ചർ ഹാജരെടുത്തു. പെട്ടെന്ന് പ്യൂൺ കയറി വന്നു, ഒപ്പം ഒരു പയ്യനും. എല്ലാവരും അവനെ നോക്കി. അനുപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉടായിപ്പയറ്റം. ഇപ്പോഴത്തെ യാഥാസ്ഥിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും അവനിലുണ്ട്. നീണ്ട ഒതുക്കാത്ത മുടികൾ, അവൻ്റെ മുടിയിഴകളൊക്കെ അവൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ മുഖം ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥ. നല്ല കട്ടി താടിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും സ്റ്റൈലായി വെച്ചിട്ടൊന്നുമില്ല. ഒരു നല്ല ഷർട്ടും പിന്നെ പാൻസും, പക്ഷേ അതും ധരിച്ചിരിക്കുന്നത് വേണ്ട പോലെ അല്ല. ആകെ മൊത്തം ഒരു കഞ്ചാമയം തന്നെ. ടീച്ചറും പ്യൂണും എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ ടീച്ചർ അവനോടെന്തോ പറഞ്ഞു. അവൻ ജസ്റ്റ് തലയാട്ടുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ടീച്ചർ ഞങ്ങളുടെ നേരെ നോക്കി പതിയെ അവനും. അവൻ ഞങ്ങളുടെ നേരെ തിരിഞ്ഞപ്പോൾ അവൻ്റെ മുഖം എല്ലാവരും കണ്ടു. നല്ല ഭംഗിയുള്ള വട്ടമുഖം. നല്ല ഭംഗിയുണ്ട് അവൻ്റെ മുഖം കാണാൻ. അതുപോലെ തന്നെ അവൻ്റെ കണ്ണും. അവൻ്റെ കണ്ണിൻ്റെ കളർ തന്നെ വ്യത്യാസമുള്ളതായിരുന്നു. ഒരിളം പച്ച കളർ പോലെയാണ് അവൻ്റെ കണ്ണിലെ കളർ. എടി, ചെക്കനെ കാണാൻ നല്ല ചൊറുക്ക് അല്ലേടി, ഗംഗ എന്നോട് പറഞ്ഞു. വന്ന പാടെ തന്നെ ഇവൾ നോട്ടം ഇട്ടോ. ഞാൻ മറ്റുള്ളവരെ നോക്കി. മിക്കവാറും പെണ്ണുങ്ങൾ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നുണ്ട്. ഞാൻ ആണുങ്ങളുടെ സൈഡിലേക്ക് നോക്കി. ഷാരോണും ടീമും അവനെ ഇപ്പോൾ പിടിച്ചു തിന്നുമെന്ന പോലെ നോക്കുന്നുണ്ട്. എനിക്കത് കണ്ട് ചിരി വന്നു. അവൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും അതിലൊരു വിഷാദം തെളിഞ്ഞു നിന്നിരുന്നു. മുഖത്തും അതേ വിഷാദഭാവം. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രണ്ടുണ്ട് ഇത്തവണ, ടീച്ചർ ഞങ്ങളോടായി പറഞ്ഞു. എന്നിട്ട് അവനെ നോക്കി. ടേക്ക് യു സീറ്റ്, ടീച്ചർ അവനോട് പറഞ്ഞു. അവൻ തലയാട്ടിയിട്ട് ഞങ്ങളുടെ നേരെ നടന്നു. അവൻ ബോയ്സിൻ്റെ സൈഡിലേക്ക് നടന്നു. എല്ലാവരും അവനൊരു കോപ്പിലെ നോട്ടം നോക്കുന്നുണ്ട്. ആരും അവന് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവസാനത്തെ സീറ്റിലിരുന്നു. ആ ബെഞ്ചിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹേയ്, ന്യൂ അഡ്മിഷൻ, വാട്ട്സ് യുവർ നെയിം? ടീച്ചർ അവനോട് അവൻ്റെ പേര് ചോദിച്ചു. ഞങ്ങൾ തിരിഞ്ഞ് അവൻ്റെ നേരെ നോക്കി. അജ്മൽ ഫർഹാൻ, അവൻ പറഞ്ഞു. നല്ല കട്ടിയുള്ള ശബ്ദം. അവൻ സീറ്റിലിരുന്നു. ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ശ്രദ്ധ ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാനവനെ നോക്കിയപ്പോൾ അവൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്, ഒരു നിർവികാരനായി. ആഹാ, നീ അവൻ വന്നപ്പോഴേക്കും കൊത്തിയോ? ഗംഗ ഞാൻ അവനെ നോക്കുന്നത് കണ്ട് ചോദിച്ചു. ഒന്ന് പോയേടി,
ഇതിനേക്കാൾ നല്ലത് വന്നിട്ട് കൊത്തിയിട്ടില്ല. പിന്നെയാ ഈ മുടിയൻ. അവനിവിടെ വരാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു. ആഹാ, അത് പൊളിച്ചു. ഇനിയിപ്പോൾ ഷാരോണും കൂട്ടർക്കും ഹീറോയിസം കാട്ടാൻ ജൂനിയർ പിള്ളേരെ തപ്പണ്ടല്ലോ, ഗംഗ പറഞ്ഞു. വന്ന ദിവസം തന്നെ തിന്നാനിട്ട് കൊടുക്കരുതെന്നാ അനൂപേട്ടൻ പറഞ്ഞത്, ഞാൻ അവളോട് പറഞ്ഞു. അവളതിന് ഒന്ന് മൂളി. ഞങ്ങൾ പിന്നെയും ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. പുതിയ കൊല്ലത്തിൻ്റെ തുടക്ക ക്ലാസ് ആയിട്ട് പോലും ടീച്ചർ ഒരു ഉളുപ്പില്ലാതെ വെറുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ പഠിച്ചോട് പ്രാർത്ഥിച്ചിട്ടും മറ്റും ക്ലാസ് കഴിഞ്ഞു. ആശ്വാസം. ഞാനും ഗംഗയും കുറച്ചേരം സംസാരിച്ചിട്ട് ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. പുറത്തെത്തിയപ്പോൾ ഷാരോൺ അജ്മലിൻ്റെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവൻ്റെ ടീം അജ്മലിന് ചുറ്റുമുണ്ട്. ഡാ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, ഷാരോൺ അജ്മലിനോട് കലിപ്പോടെ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങി. ഗംഗ എന്നെ തടഞ്ഞു. എടി, നീ വിട്, ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഗംഗയോട് പറഞ്ഞു. അവൾ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. വന്ന പാടെ തന്നെ തിന്നാതട ഷാരോണെ, ഷാരോണോട് ഞാൻ പറഞ്ഞു. അവൻ എന്നെ ഒന്ന് കടുപ്പിച്ച് നോക്കി പേടിപ്പിക്കാതട ഷാരോണെ, അവനെ വിട്, ഞാൻ അവനോട് പറഞ്ഞു. അവൻ അജ്മലിന് മേലുള്ള പിടുത്തം വിട്ടു. എന്നോടുള്ള മര്യാദ കൊണ്ടൊന്നും അല്ല, പക്ഷേ എന്നോട് കളിച്ചാൽ വിവരമറിയുമെന്ന് അവന് നന്നായി അറിയാം. അവൻ അജ്മലിനെ മോചിതനാക്കി. ഷാരോണും കൂട്ടരും ഒഴിഞ്ഞുപോയി. അജ്മൽ അവൻ്റെ കോളർ ഒന്ന് നേരെയാക്കിയിട്ട് എന്നെയൊന്ന് നോക്കി. അവൻ മുഖത്ത് പുഞ്ചിരി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിച്ചില്ല. ഞാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ ഒന്നുകൂടി എന്നെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ മുഖത്തിലെ വിഷാദത്തിന് അപ്പോഴും ഒരു മാറ്റം കണ്ടില്ല. ഞാൻ ഗംഗയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. ധീര ജേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ഗംഗ എന്നെ കളിയാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു. ഞാനത് കണ്ട് ചിരിച്ചു, കൂടെ അവളും. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് നടന്നു. ഗംഗ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ അജ്മലായിരുന്നു, അവൻ്റെ കണ്ണുകൾ. ഷാരോൺ അജ്മലിനെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്ത് പിടിച്ചപ്പോഴും ദേഷ്യത്തോടെ ഓരോന്ന് പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ ലവലേശം പോലും ഭയമില്ലായിരുന്നു. അവൻ വെറുതെ ഷാരോൺ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ അതെന്നെ കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്നും നേരെ പാർട്ടി ഓഫീസിലേക്ക് പോയി ഓരോ കാര്യങ്ങളിൽ മുഴുകി. പെട്ടെന്നൊരു ബുള്ളറ്റ് പോകുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അജ്മലായിരുന്നു അത്. അവൻ ബൈക്കിൽ പുറത്തേക്ക് പോയി. ഞാൻ പിന്നെയും ശ്രദ്ധ തിരിച്ചു പാർട്ടി കാര്യങ്ങളിൽ മുഴുകി. കുറച്ച് കഴിഞ്ഞ് അനൂപേട്ടൻ വന്നു. ഹലോ സഖാവേ, എങ്ങനെയുണ്ട് പുതിയ അഡ്മിഷൻ? അനൂപേട്ടൻ എന്നോട് ചോദിച്ചു. അനൂപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കഞ്ചാ ടീം തന്നെയാണ്, ഞാൻ പറഞ്ഞു. ഷാരനും ടീമും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു അവനെ? അനൂപേട്ടൻ ചോദിച്ചു. അവരൊന്ന് ട്രൈ ചെയ്തു, അത് ഞാൻ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. അത് നന്നായി. പിന്നെ അനൂപേട്ടാ, എനിക്കവൻ്റെ ബോഡി ഗാർഡായി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ അനൂപേട്ടനോട് പറഞ്ഞു. അതൊന്നും വേണ്ടടോ, തുടക്കം തന്നെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ, ഇനി അവനെ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, അനൂപേട്ടൻ പറഞ്ഞു. ശരി അനൂപേട്ടാ, ഞാൻ പറഞ്ഞു. ഞങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ മുഴുകി. കോളേജ് വിട്ടിട്ടും ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. സാധാരണ അങ്ങനെയാണ്, കോളേജ് വിട്ടു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഞാൻ ഓടി വീട്ടിലേക്ക് പോകില്ല. ഒന്നെങ്കിൽ പാർട്ടി ഓഫീസിലിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും. ചുറ്റിനും കൂട്ടുകാരും ഉണ്ടാവും, അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതൊക്കെയാണ് ഹാപ്പിനെസ്. ഒന്നും ചെയ്യണ്ട, കൂട്ടുകാരുമായൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുക, ഫ്രീ ആയി. മനസ്സ് ഹാപ്പിയാകാൻ വേറെ ഒന്നും വേണ്ട. ഓരോരുത്തരുടെ കത്തിവെപ്പും തള്ളും ചളിയും കോമഡിയൊക്കെ കേട്ടാൽ തന്നെ മനസ്സ് ഹാപ്പിയാവും. അങ്ങനെ അന്നത്തെ കത്തിവെപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരു മൊട്ടക്കുന്നുണ്ട്. ഞാൻ എന്തോ കണ്ടെന്ന പോലെ അവിടെ വണ്ടി നിർത്തി. എനിക്ക് പരിചയമുള്ളൊരു വണ്ടി, ഒരു ബുള്ളറ്റ്. അതെ, അജ്മലിൻ്റെ ബുള്ളറ്റ്. അവൻ എന്താണ്
ഈ വൈകിയ നേരത്ത് ഇവിടെ കാര്യം? വണ്ടി കുറച്ച് മുകളിലേക്ക് കയറ്റിയാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. ഞാൻ ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്നെൻ്റെ കാഴ്ച ഒരു മരത്തിൽ തങ്ങി നിന്നു. മരച്ചവിട്ടിലതാ അജ്മൽ ഇരിക്കുന്നു. അതേ വിഷാദ മുഖത്തോടെ. വിഷമം കുറച്ചുകൂടി കൂടിയ പോലെയുണ്ട്. ഞാൻ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ അടുത്ത് 2-3 കുപ്പികളുണ്ട്, പിന്നൊരു ഗ്ലാസും. കള്ളുകൂടിയാണ്, വൃത്തികെട്ടവൻ. ഞാൻ അവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി. അവൻ കുപ്പിയിൽ നിന്നും സാധനം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വായിലേക്ക് കമഴ്ത്തുന്നു. ഒരു ഉളുപ്പില്ലാതെയാണ് കുടി. ഒരു 4 തവണ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ സിഗരറ്റ് എടുത്ത് കത്തിച്ചു. വലിച്ച് പുക വിട്ടു. അല്ല, ഈ സാധനത്തിൻ്റെ ഒപ്പം വെള്ളമൊഴിക്കുന്ന പതിവൊന്നും ഇല്ലേ? ഇങ്ങനെ കുടിച്ചാൽ ഈ പായൻ്റെ കുമ്പ് പെട്ടെന്ന് കത്തിത്തീരുമല്ലോ. അവൻ മരത്തിൽ ചാരിയിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. ഞാൻ റോട്ടിൽ നിന്നാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നത്. അനുപേട്ടൻ പറഞ്ഞത് എത്ര സത്യമാണ്. ഇങ്ങനെയും ഓരോരോ ജന്മങ്ങൾ ജീവിതം ഹോമിക്കാൻ. റോഡിലൂടെ ഒരു ചേച്ചി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചി, അതാരാണെന്ന് അറിയാമോ? ഞാൻ അജ്മലിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി ഞാൻ ചൂണ്ടിയടുത്തേക്ക് നോക്കി. ഓ, അവനോ? അവനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അതെന്താ ചേച്ചി? വലിയ വീട്ടിലെ കുട്ടിയൊക്കെയാണ്, പറഞ്ഞിട്ടെന്താ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഇങ്ങനെ ഓരോന്നുണ്ടാവും. ഒരു പെണ്ണിന് മര്യാദക്ക് റോഡിൽ കൂടി പോകാൻ സമ്മതിക്കില്ല, ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. പെണ്ണിനെയോ? ഞാൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതേ മോളെ, ഒരു പെണ്ണിനെയും അവൻ വെറുതെ വിടില്ല. പെണ്ണ് പിടിയനാ. പിന്നെ പലതും ഉണ്ട്, കള്ള്, മറ്റേത്, അതൊക്കെയുണ്ട്, ചേച്ചി പറഞ്ഞു. ഞാൻ മൂളിക്കൊടുത്തു. അവൻ്റെ അടുത്തൊന്നും പോകല്ലേട്ടോ മോളെ, വല്ലതും ചെയ്തു കളയും. മോള് വീട്ടിൽ പോകാൻ നോക്ക്, ചേച്ചി എന്നോട് പറഞ്ഞു. ശരി ചേച്ചി. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഹോ, എന്തൊരു വൃത്തികെട്ടവനാണിവൻ. പെണ്ണ് പിടിയാൻ, അശ്രീകരം. എനിക്കവനോട് വെറുപ്പ് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇതിൻ്റെ ബാക്കി, ഇതിൻ്റെ 3rd പാർട്ടായിട്ട് ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കുക.